88 നിഷ്കളങ്കമായൊരു കള്ളം. മോനേട്ടാ, ഈ മുനിസിപ്പൽ ഓഫീസർ ചക്രവാണി സാറിന്റെ മോഹനേട്ടൊരു പരിചയം ഉണ്ടല്ലേ? ആ, ഒരാവശ്യത്തിന് ഞാൻ ഇന്നലെ മുനിസിപ്പൽ ഓഫീസിൽ പോയിരുന്നു. എന്റെ മോഹനേട്ടാ, അവിടുത്തെ കാര്യം വലിയ കഷ്ടം തന്നെയാണേ. എന്നെ 1.5 മണിക്കൂർ ഇരുത്തിയതിനു ശേഷമാണ് ഒരു സർട്ടിഫിക്കറ്റ് തന്നത്. അവസാനം ഇറങ്ങാൻ നേരത്ത് പരിചയപ്പെട്ടപ്പോ ചക്രവാണി സാറ് പറയുക, അയ്യോ മോഹനകൃഷ്ണന്റെ ഭാര്യയായിരുന്നു, അതൊന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ സർട്ടിഫിക്കറ്റ് തന്നേനെന്ന്. ഇതാണ് ഞാൻ നിന്നോട് പറയുന്നത്. എവിടെ ചെന്നാലും ആദ്യം തന്നെ പറയണം, ഞാൻ വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന്റെ ഭാര്യയാണ് എന്ന്. പിന്നെ നിനക്ക് ഒരു ബുദ്ധിമുട്ട് ഒരിടത്ത് വരില്ല. അതെങ്ങനെയാ മോഹനേട്ടാ ഒരാവശ്യമില്ലാതെ കാണുന്ന ആളുകളോടൊക്കെ ഞാൻ വില്ലേജ് ഓഫീസറുടെ ഭാര്യയാന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് പ്രാന്താന്ന് നാട്ടുകാർ പറയും. നാണക്കേട്. അത് സ്വന്തം ഭർത്താവിന്റെ പേര് പറയുന്നത് എങ്ങനെ നാണക്കേടാവും? എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ നിന്നേക്കാൾ പ്രശസ്തൻ ഞാൻ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്റെ ഭാര്യയാണ് എന്ന് മറ്റുള്ളവരോട് പറയുന്നതിൽ നീ എന്തിനു നാണക്കേട് വിചാരിക്കുന്നത്? എന്റെ മോഹനേട്ടന്റെ ഭാര്യയായത് നാണക്കേടാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. വഴി കാണുന്ന ആളുകളോടെല്ലാം ഞാൻ കെ മോഹനകൃഷ്ണന്റെ ഭാര്യയാണ്, ഞാൻ വില്ലേജ് ഓഫീസറുടെ ഭാര്യയാണ് എന്ന് വിളിച്ച് പറഞ്ഞു നടക്കുന്നത് നാണക്കേടാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു നാണക്കേടുമില്ല. കാരണം ഞാൻ കള്ളനോ കൊലപാതകയോ പിടിച്ചുപറിക്കാരനോ അല്ല. നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോ എന്റെ ഭാര്യയാണ് എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ഞാനും നാട്ടുകാരെ ബഹുമാനിക്കുന്ന ഒരു വക്കീലല്ലേ മോനേട്ടാ? മോഹനോട് കാണുന്ന ആളോടല്ല ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞൂടെ? ഭാര്യ അറിയപ്പെടേണ്ടത് ഭർത്താവിന്റെ പേരിലാണ്. പക്ഷേ ഭർത്താക്കന്മാർ ഒരിക്കലും ഭാര്യയുടെ പേരിൽ അറിയപ്പെടേണ്ടതും. അയ്യേടാ, എന്ന് ആര് പറഞ്ഞു? പ്രശസ്തരായ ഭാര്യമാരുടെ പേരിൽ അറിയപ്പെടുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ നാട്ടില്. അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. ഇനി മുതൽ മോഹനയുടെ കാണുന്ന ആളുകളോടെല്ലാം ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിന്റെ മേൽവിലാസത്തിൽ അറിയപ്പെടേണ്ടി വന്നാൽ ഞാൻ അന്നങ്ങ് ആത്മഹത്യ. അങ്ങനെയാണെങ്കിൽ മോഹനയുടെ മേൽവിലാസം അറിയപ്പെടേണ്ട കാര്യം എനിക്കുമില്ല. ഇനി ആരെങ്കിലും എന്നോട് ഭർത്താവിന്റെ പേരെന്താണ് എന്ന് ചോദിക്കാതെ ഞാൻ മോഹനയുടെ പേര് പറയേയില്ല. പറഞ്ഞാൽ അതിന്റെ കൂടെ നിനക്ക് കിട്ടും, പറഞ്ഞില്ലെങ്കിൽ അതിനുള്ള നഷ്ടവും നിനക്ക് തന്നെ. ഓ ശരി, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യും. സത്യസന്ധനായ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ ഭാര്യ എന്ന് ഒരു കടലാസിൽ എഴുതി ഇങ്ങനെ നെറ്റിൽ ഒട്ടിച്ചോണ്ട് നടക്കാം. എങ്ങനെ ഉണ്ടാവും? നന്നാവില്ലേ? ആ ഫോൺ എടുത്തിട്ട് ഇതിനുള്ള മറുപടി ഞാൻ വന്ന് പറയും. വേണ്ട, പറഞ്ഞു. ഹലോ, അതെ, ഉണ്ട്, കൊടുക്കാം. ഭാമേ ഇപ്പോൾ വരും. ആരാ മോനേട്ടാ? ചോദിച്ചിട്ടില്ല. ഹലോ, അതെ, സദാനന്ദ് സാറ് എന്റെ സീനിയറാ. അതെ അതെ, എന്താ പേര്? ഓ അതെയോ. 10:30 ശേഷം ഞാൻ വക്കീൽ ഓഫീസിലുണ്ടാവും. മജിസ്ട്രേറ്റ് കോടതി തൊട്ടടുത്ത ഓഫീസ്. അതെ. ഓ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ഞാൻ 10 മണി വരെ ഇവിടെ തന്നെ ഉണ്ടാവും. അരമണിക്കൂറിലോ? ഓ ശരി. വീടറിയാമോ? അതെ, അത് തന്നെ. ശരി. അപ്പോ ഒരു പുതിയ കേസാ മോഹനേട്ടാ. സദാനന്ദ് സാറിനെ കാണാൻ ചെന്നപ്പോ എന്റെ പേര് പറഞ്ഞു. സാറ് നമ്പർ കൊടുത്തു, അങ്ങനെ വിളിച്ചതാ. നീ അയാളോട് വീടറിയാമോ എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. നീ എന്റെ ഭാര്യയാണ് എന്നുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം. എന്റെ വീടറിയാത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? എന്തായാലും അയാൾക്കത് അറിഞ്ഞൂടായിരുന്നു മോനേട്ടാ.
അയാള് പറഞ്ഞത് സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദർ സാറിന്റെ വീടിനടുത്തുള്ള വീടല്ലേ സദാനന്ദ സാറ് പറഞ്ഞു തന്നു എന്നാണ്. വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാറിന്റെ വീട് അറിയില്ല, സ്റ്റേറ്റ് ബാങ്കിലെ മാനേജറുടെ വീട് അറിയാം. ഇയാൾ ആരായാലും ഒരു അഹങ്കാരിയാ. ഓ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്റെ മോനട്ടാ. അയാൾ ടൗണിൽ കച്ചവടം ചെയ്ത ഒരാളാ. കച്ചവടക്കാരനല്ലേ, ബാങ്കിൽ ഇടപാടുകളൊക്കെ ഉണ്ടാവില്ലേ. ടൗണിലെ ബ്രാഞ്ചിൽ മാനേജർ അല്ലേ നമ്മുടെ ദാമോദരൻ സാറ്. അപ്പോ ദാമോദരൻ സാറിനടുത്ത് അയാൾക്ക് അറിയാമായിരിക്കും. ശ്രീകുമാർ എന്ന പേര് പറഞ്ഞത്. ടൗണിൽ കച്ചവടമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേസ് എന്താണെന്നൊന്നും പറഞ്ഞില്ല, നേരിട്ട് പറയാന്ന് പറഞ്ഞു. എന്തായാലും സദാനന്ദ സാർ ഇടപെട്ട കേസല്ലേ, അത് മോശമാവാൻ വഴിയില്ല. ശ്രീകുമാർ ടൗൺ കച്ചവടമുണ്ട്. എന്താണ് വക്കീലേ, ഉത്തമനാണല്ലോ. അടുത്ത കേസാണോ എന്തോ. ഈശ്വര, അതവൻ തന്നെ, ശ്രീകുമാർ. സാധാരണ വക്കീലിന്റെ അടുത്ത് പോയാൽ കറങ്ങി തിരിഞ്ഞിങ്ങ് വന്നിരിക്കുന്നു. നമസ്കാരം വക്കീലേ. പിന്നെ ഞാൻ ആ മേലെടുത്ത ഗോവിന്ദൻകുട്ടിയുടെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കേസ് എന്നത്തേക്ക് ഫയൽ ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചോദിച്ചു. ഞാനതിന്റെ ജോലിയൊക്കെ ഏകദേശം തീർത്തോണ്ടിരിക്കുക. എന്തായാലും അടുത്ത ആഴ്ചക്ക് നമുക്ക് ശരിയാക്കാം. കോടതി കേസ് ഫയൽ ചെയ്യുന്നതിന് അല്ലറ ചില്ലറ ചെലവുകളൊക്കെ ഉണ്ട്. ആ കാശ് വക്കീൽ ഓഫീസിലേക്ക് കൊണ്ടുതരാൻ പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. ഇനിയിപ്പോ ഗോവിന്ദൻകുട്ടി കാശുമായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ കാശുമായിട്ട് വരും. അതുപോലെ വരണം. സാർ അങ്ങോട്ടും ഇവിടെ ഇല്ലേ? സാറിന് ഇന്ന് പുതിയൊരു അസുഖം തുടങ്ങിയിരിക്കുക. എന്തസുഖം? ഞാൻ വഴി കാണുന്ന ആളുകളോടെല്ലാം വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം എന്നുള്ളതാണ് പുതിയ ന്യായം. എങ്ങനെയുണ്ട്? അല്ല, അതിപ്പോ ഒരു കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. ആരെങ്കിലും ചോദിച്ചാ പറയാം. അല്ലാതെ വഴി കാണുന്ന ആളുകളോടെല്ലാം അങ്ങോട്ട് കയറി ഞാൻ മോഹനകൃഷ്ണന്റെ ഭാര്യയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റൂത്തുമാ? എന്നിട്ടിപ്പോ സാർ ഇവിടെ ഉണ്ട്. അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചെന്നിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി 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 ശരി. മോഹനേന സാറിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വക്കീലിന് കിട്ടാൻ സാധ്യതയുള്ള കേസ് പോലും പോവും. ഈ സാർ ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ മേലെടുത്ത ഗോവിന്ദൻകുട്ടിയുടെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അടുത്ത ആഴ്ച കേസ് ഫയൽ ചെയ്യുന്നതാണ് വക്കീൽ പറഞ്ഞതേ. എന്ത് സാറേ, എന്തോ പ്രശ്നമുണ്ടല്ലോ? പ്രശ്നമുണ്ട്. ഞാന് ഒരു ഭയങ്കര അബദ്ധത്തെ ചാടിയിരിക്കുക. എന്താണ് സാർ? അതായത് കഴിഞ്ഞ ദിവസം ആഫീസിൽ ഒരു സംഭവം ഉണ്ടായി. കരം തീർക്കാനായി ഒരാൾ ആഫീസിലേക്ക് കയറി വന്നു. ഇതാ രസീത്. ശരി. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. പുള്ളിക്കാരി വിചാരിച്ച കാര്യം നടക്കും. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട. ഇല്ല. നമസ്കാരം സാർ. നമസ്കാരം. ഇത് ശ്രീകുമാർ, ടൗണിലെ കച്ചവടക്കാരനാ. നമ്മുടെ വില്ലേജില് 20 സെന്റ് ഭൂമിയുണ്ട്. അതിന്റെ കരം തീർക്കാൻ വന്നതാ. മോഹനൻ സാറിന് പരിചയമുണ്ടോ ശ്രീകുമാറിന്? ഇല്ല. ആള് ഭയങ്കര കണിച്ചക്കാരനാ. ആണോ? ഞാൻ എന്റെ മുറി ചെന്നിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ ശിശുപാലൻ കയറി വന്നു. അപ്പോഴാണ് എനിക്ക് കുഴപ്പം മനസ്സിലായത്. എന്ത് കുഴപ്പം? ശിശുപാലൻ വന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ ഉത്തമന് കാര്യം മനസ്സിലാവും. സാർ, ഞാനൊരു ഉഗ്രം കോളൊപ്പിച്ചിട്ടുണ്ട്. എന്ത് കോള്? ഇപ്പൊ വന്നിട്ട് പോയ ശ്രീകുമാറില്ലേ, ടൗണിലെ അവന്റെ കടയുടെ ഒരു ഭാഗം സർക്കാർ ഏറ്റെടുക്കാൻ പോവുക. സ്പെഷ്യൽ തഹസിൽദാർ നോട്ടീസ് കൊടുത്തു. അവനെ അതിനെതിരെ കേസ് കൊടുക്കാൻ ഒരു വക്കീലിനെ അന്വേഷിച്ച് നടക്കുക. അതുകൊണ്ട് അല്ല, ഞാൻ സത്യഭാമ വക്കീലിന്റെ പേര് പറഞ്ഞു. നല്ല വക്കീല, കേസ് ഉറപ്പായിട്ട് വാദിച്ച് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവൻ അങ്ങ് വിശ്വസിച്ചു. സത്യഭാമ വക്കീലിനെ കാണാൻ പോയിരിക്കാ ശ്രീകുമാർ. പിന്നെ സാറിന്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ അവൻ കരുതും വില്ലേജ് ഓഫീസറുടെ ഭാര്യയ്ക്ക് കേസ് പിടിച്ചു കൊടുക്കാൻ നോക്കുകയാണെന്ന്. അത് മോശമല്ലേ സാർ? അല്ലേ? പിന്നെ
സാറിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം പറയണ്ടെന്ന് വക്കീലിനോടൊന്ന് വിളിച്ചു പറഞ്ഞേക്കണം സാറേ. നല്ല ഒന്നാം തരം കേസാ. ചോദിക്കുന്ന ഫീസ് തന്നെ ശ്രീകുമാർ. ശിശുപാലൻ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കതിന്റെ അപകടം പിടികിട്ടിയത്. ശ്രീകുമാറിന്റെ കേസ് പിടിച്ചത് ശിശുപാലനാണല്ലോ. ഇനി അങ്ങോട്ട് അക്കാര്യം പറഞ്ഞ് ശിശുപാലൻ പല അന്യായങ്ങളും കാണിക്കും. ഞാനിതിന് പറയുമ്പോ ശിശുപാലൻ പറയില്ലേ, സാറിന് ഭാര്യക്ക് കേസ് പിടിച്ചിട്ട് ഞാൻ തന്നെ വേണം, പക്ഷെ എന്റെ ഒരു കാര്യം സാർ സമ്മതിച്ചു തരില്ല എന്ന്. അത് മാത്രമല്ല, ഈ ഭൂമി ഏറ്റെടുക്കലിനെതിരെയുള്ള കേസ് എന്ന് പറയുമ്പോ അത് റവന്യൂ വകുപ്പിനെതിരായിട്ടുള്ള കേസായിട്ട് വരുമല്ലോ. ഞാൻ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുമ്പോ എന്റെ ഭാര്യ എന്റെ വകുപ്പിനെതിരെ കേസ് കൊടുക്കാൻ തുടങ്ങി ശരിയാണോ? അല്ല സാറേ, ഈ റോഡിന് വീതി കൂട്ടുന്ന PWD അല്ലേ? PWD സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ കേസ് കൊടുത്ത സാറിന് എന്താണ്? ഒരു കാര്യം അറിയില്ലെങ്കിൽ പറയരുത്. PWD അങ്ങനെ നേരിട്ടൊന്ന് ഭൂമി ഏറ്റെടുത്തൊന്ന് പോവല്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോ അവർ റവന്യൂ വകുപ്പിനെയാണ് ഏൽപ്പിക്കുന്നത്. റവന്യൂ വകുപ്പ് ഒരു സ്പെഷ്യൽ തഹസിൽദാരെ നിയോഗിച്ച് ഭൂമി ഏറ്റെടുത്ത് PWD ഏൽപ്പിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ വക്കീല് സാറിന്റെ വകുപ്പിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ സാറ് ഞെട്ടി. എന്നിട്ട് താലൂക്ക് ഓഫീസിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ ആ ശ്രീകുമാരൻ ഓടിച്ചിട്ട് പിടിച്ചു. ഭാമ എന്റെ ഭാര്യയാണെന്ന് ശിശുപാലൻ പറയാത്തത് കൊണ്ട് ഞാൻ അയാളടുത്ത് ഒരു നാടകം കളിച്ചു. ഒരു നിമിഷം. ശ്രീകുമാർ, അതെ. ഞാൻ മോഹനകൃഷ്ണൻ, വില്ലേജ് ഓഫീസറാണ്. മനസ്സിലായി സാർ. ശ്രീകുമാറിന്റെ ഒരു കേസ് അഡ്വക്കേറ്റ് സത്യഭാമയെ ഏൽപ്പിക്കാൻ പോകുന്നു അറിഞ്ഞു. അത് ശരിയാണോ? ശിശുപാലൻ സാറാ പറഞ്ഞേ, അവര് വലിയ പേരുകെട്ട വക്കീലാണെന്ന്. വെറുതെ പറയുന്നത്. എനിക്കറിയാം ഈ വക്കീലിനെ. അവർക്ക് കേസൊന്നും വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമാണ്. പണ്ടെന്റെ ഒരു കേസ് അവര് വാദിച്ചതാ. ഈ പാട്ട് പാടി ജയിക്കുന്ന ഒരു കേസായിരുന്നു. പക്ഷെ അവര് വാദിച്ചുകൊണ്ട് അന്ന് അവരുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു വില്ലേജ് ഓഫീസറായി പോയില്ലേ, അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചു. ഇന്ന് വരെ അവര് വാദിച്ച ഒരൊറ്റ കേസ് പോലും ജയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അയ്യോ, അങ്ങനെ ഒരു വക്കീലിനെ കേസ് ഏൽപ്പിച്ച് തോക്കണോ? വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഈ പറയുന്ന സത്യമാ വക്കീല് പരീക്ഷ പാസ്സായത് കോപ്പി അടിച്ചെന്നാണ് കേൾക്കുന്നത്. പറയുന്ന വേറെ ആരുമല്ല, അവരുടെ കൂടെ ഉള്ള വക്കീല് പറയുന്നത്. സത്യമാണോ സാർ ഈ പറയുന്നേ? ഞാനെന്തിനാ നുണ പറയുന്നേ? സത്യം. ഒരു വില്ലേജ് ഓഫീസറായ സാർ ഒരു കാര്യം പറയുമ്പോ ഞാൻ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ വേറെ ഏതെങ്കിലും വക്കീലിനെ കണ്ടുപിടിച്ചോളാം. എന്തായാലും എനിക്ക് ഈ കേസ് ജയിച്ചേ പറ്റൂ. അങ്ങനെ സാറ് സംഗതി പൊളിച്ചടിക്കുക എന്ന് ചുരുക്കാം. അങ്ങനെയൊക്കെ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ സംഗതി എഴുതുമാ. അതെന്തുപറ്റി? ശ്രീകുമാർ നേരെ പോയി സദാനന്ദ വക്കീലിനെ കണ്ടു. എന്റെ കഷ്ടകാലത്തിന് സദാനന്ദ വക്കീൽ ആ കേസ് ഭാമയ്ക്ക് എന്നെ കൊടുത്തു. അയ്യോ, ശ്രീകുമാർ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച് ഭാമയെ കാണാൻ വരികയാണെന്ന് പറഞ്ഞു. അയാൾ ഇവിടെ കയറി വന്ന് എന്നെ കണ്ടാലുള്ള അവസ്ഥ ഊത്തുവണെന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പൊ സംഗതി ഇത്രയല്ലേ ഉള്ളൂ. എന്റെ സാറേ, അയാള് വരുന്നത് വക്കീലിനെ കാണാനല്ലേ? വക്കീലിനെ കണ്ടിട്ട് അയാളങ്ങ് പോട്ട്. ആ സമയത്ത് സാറ് മുറിക്കകത്ത് കയറി വാതിലടച്ചിരുന്നാ പോരെ? അയാളെ പരിചയപ്പെടുത്താൻ ഭാമേനെ വിളിച്ചാലോ? അയാൾ വരുമ്പോ സാറ് കുളിമുറിക്കകത്ത് കയറണം. കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും പരിചയപ്പെടാൻ വരുമോ? വിവരം പറയല്ലേ. അയാൾ എന്നെ കാണുന്നതല്ല പ്രശ്നം. പിന്നെ സംഭവം മുഴുവൻ അയാൾ ഭാമയോട് പറയില്ലേ? പിന്നെ ഞാൻ എങ്ങനെ ഭാമയുടെ മുഖത്ത് നോക്കും? ഞാൻ കുളിമുറിയിൽ കയറിയാലും ഇല്ലെങ്കിലും സംഗതി കൊള്ളാവും. കാരണം സംസാരത്തിനിടയിൽ എന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസറാണ് എന്ന് ഭാമ പറയുന്നുള്ള കാര്യം ഉറപ്പാ. അതോടെ എല്ലാം തീരും. ഭാമയ്ക്ക് വന്നൊരു കേസ് ഇങ്ങനെ ഞാൻ മുടക്കിയെന്ന് അറിഞ്ഞാൽ പിന്നെ അവള് എന്താ പറയുക, എന്താ ചെയ്യാന്ന് ഉത്തരം അറിയാലോ. സാറേ, അയാൾ എപ്പോ വരും? അരമണിക്കൂർ ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതിനു മുമ്പ് സാർ ഇറങ്ങി സ്ഥലം വിട്ടാലോ? അതുകൊണ്ട് കാര്യം ഞാൻ വില്ലേജ് ഓഫീസറാണ് എന്ന് ഭാമ പറഞ്ഞ അയാളറിയും. അതോടെ അയാൾ കാര്യം പിടിയിട്ടു.
ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ സാറേ. എന്ത് വഴി? അയാൾ ഇങ്ങോട്ട് വരാതെ നോക്കണം. എങ്ങനെ? അയാളുടെ പേരെന്തെന്ന് പറഞ്ഞ? ശ്രീകുമാർ, ചെറുപ്പക്കാരനാ, ടൗണിൽ കച്ചവട. അയാളെ വഴിയിൽ വെച്ച് കണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പറഞ്ഞു വിട്ടാലോ? എങ്ങനെ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. സാറിന് ഭാഗ്യമുണ്ടെങ്കിൽ ഈ അടവ് ബലിക്കും, ഇല്ലെങ്കിൽ സാറിനെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും പറ്റൂല. ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാന് കുറച്ചു മുമ്പ് ഇതിനോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്ത് കാര്യം മോനോട്ടാ? ഈ നിന്നെ കാണാൻ വരുന്ന കക്ഷികളോട് നിന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസറാണ് എന്ന കാര്യം പറയണമെന്നൊക്കെ. ഈ എല്ലാവരോടും അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഈ ചില കക്ഷികളൊക്കെ അത് ദുരുപയോഗം ചെയ്യും. എങ്ങനെ? അതായത് നീ അവരുടെ കേസ് കേൾക്കുമ്പോ നീ അവര് തമ്മിൽ നല്ല പരിചയമാവുമല്ലോ. ഈ പരിചയമായി കഴിഞ്ഞ പിന്നെ ആ പരിചയം വെച്ച് അവർ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സാധിപ്പിക്കാൻ നോക്കിയാലോ. എന്നെ വന്ന് കണ്ടിട്ട് പറയാണ്, സാറേ ഞാൻ വക്കീലിന്റെ പരിചയക്കാരനാണ്, എന്റെ ആ കാര്യം സാധിച്ചു തരണേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനോട് ഉടനെ അങ്ങ് സാധിച്ചു കൊടുക്കുവോ? ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പം? എന്നാലും അത് ശരിയല്ലല്ലോ. പിന്നെ ഇതാ, ഇനി നിന്നെ കാണാൻ വരുന്ന ഒരൊറ്റ കക്ഷിയോടും എന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസറാണ്, എന്റെ ഭർത്താവ് കെ മോഹനേഷ് സാറാണെന്ന് പറയാൻ നിൽക്കണ്ട. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? കുറച്ചു മുന്നേ പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ ഞാൻ സത്യസന്ധനായ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ ഭാര്യയാണ് എന്ന് പറയണം. ഇപ്പതാ പറയുന്നു മോഹനന്റെ പേര് പറയാനേ പാടില്ല. ഇത് എന്ത് ഭ്രാന്താണോ? നീയെ ഈ വലിയ വലിയ ആളുകളുടെ അടുത്തൊക്കെ പറയാം, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇവിടെ വരാൻ പോകുന്ന ശ്രീകുമാറിന്റെ അടുത്തൊന്നും പറയാൻ പോണ്ട. അത് മാത്രമല്ല, നീ എന്നെ വിളിച്ച് അയാളെ പരിചയപ്പെടുത്താനൊന്നും പോണ്ട. അയാൾ വരുന്നു, കേസുകാരെ സംസാരിക്കുന്നു, പോകുന്നു, അത്ര അത്ര. ഇതെന്ത് വർത്താനം എന്റെ മോനട്ടാ? ഇത് വക്കീലാഫീസ് ഒന്നും അല്ലല്ലോ, വീടല്ലേ. ഇവിടെ ഒരു കക്ഷി വരുമ്പോ ഞാൻ പിന്നെ ഇങ്ങനെ മോഹനനെ പരിചയപ്പെടുത്താതിരിക്കുക? ഞാൻ പരിചയപ്പെടുത്തില്ലെങ്കിൽ അയാൾ എന്നോട് ചോദിക്കില്ലേ ഭർത്താവ് എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ എന്താ പറയാ? ഭർത്താവ് ഇവിടെ ഇല്ല, ദൂരെ എവിടെയെങ്കിലും പോയാൽ പറഞ്ഞാൽ മതി. ചേടാ, ഇത് പുതിയൊരു പുകലാണല്ലോ. മോഹനയുടെ കാര്യത്തിൽ അങ്ങനെ നുണ പറയേണ്ട കാര്യം എന്താ? അത് നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ഏതോ ഒരു ശ്രീകുമാറിന്റെ കാര്യത്തില് എനിക്ക് വരികയുണ്ടല്ലോ, എനിക്ക് അയാളെ പരിചയപ്പെടണ്ടല്ലോ എന്ന്. ഇങ്ങനെ കേസ് മഴക്കുമായിട്ട് കിടക്കുന്നവരെ പരിചയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ശ്രീകുമാർ വരുമ്പോ എന്നെ പരിചയപ്പെടുത്തണ്ട, എനിക്കത് ഇഷ്ടമല്ല. മോഹനനെ പരിചയപ്പെടുത്തുന്നില്ല. പക്ഷേ എന്റെ ഭർത്താവ് ഒരു വില്ലേജ് ഓഫീസറാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാലോ. ഇത് മോഹനേട്ടൻ പറഞ്ഞു തന്ന പാഠവാ. ഈശ്വര, എപ്പോഴും എന്നെ കളിയാക്കുന്ന അവക്ക് ഇപ്പൊ എന്നെ പറ്റി അഭിമാനം. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ആള് ഇതുവഴി തന്നെ ആയിരിക്കോ വരുന്നത്? എന്തോന്ന് പറഞ്ഞ് അവനെ തിരിച്ചു വിടും? എന്തോന്ന് പറയേ? അന്ന് മോഹനടി സാർ പറഞ്ഞതുപോലെയൊക്കെ തന്നെ പറയാം. എന്തായാലും സാർ ചെന്ന് ചാടിയ കുഴിയുള്ള കഴിഞ്ഞ ദിവസം നീ ആ മാധവൻകുരുടെ കേസ് വാദിച്ച് ജയിച്ചില്ലേ? കേസ് വെച്ചപ്പോ നിനക്ക് എന്ത് സന്തോഷമായിരുന്നു. ഇനി എല്ലാവരും ഒരു മുതിർന്ന വക്കീലിനെ പോലെ ബഹുമാനിക്കും എന്നൊക്കെ നീ പറഞ്ഞില്ലേ? അത് സത്യല്ലേ?
മാധവൻകുട്ടിയുടെ കേസ് ഞാൻ ജയിക്കുന്നു ഒരാളും പ്രതീക്ഷിച്ചിരുന്നതല്ല മോഹനേട്ടാ. അത് മാത്രമല്ല, എതിരെ വാദിച്ചത് സാക്ഷാൽ രാമൻകുട്ടി വക്കീലല്ലേ. രാമൻകുട്ടി വക്കീലോ? പിന്നെ ശുശോ. അങ്ങേരെ പോലെ ഒരാളോട് വാദിച്ച് ജയിക്കാൻ എനിക്ക് കഴിയുമോന്നായിരുന്നു പലരുടെയും സംശയം. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് കേസ് ജയിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും ഒന്ന് പറഞ്ഞു, സത്യഭാമേ നിന്നെ സമ്മതിച്ചു എന്ന്. അത് പക്ഷെ അത് വേറൊരു കാര്യമുണ്ട് മാമേ. അത് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരൊക്കെ വെറുതെ പറയുന്നതാ. സത്യത്തിൽ നീ വിചാരിച്ച പോലെ നല്ല സംഭവിച്ചത്. എന്താ ഞാൻ കേസ് ജയിച്ചില്ലേ? കേസ് ജയിച്ചു, ആ. പക്ഷെ അത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് പലരും കരുതുന്നില്ല. ഞാനല്ലേ കേസ് വാദിച്ച് ജയിച്ചത്. അപ്പൊ പിന്നെ അത് എന്റെ കഴിവല്ലാതെ വേറെന്താ? അവിടെയാണ് പ്രശ്നം. ആ നീ ബാധിച്ചത് മാധവൻകുട്ടിയുടെ കേസല്ലേ? ആ ആ മാധവൻകുട്ടി വിജയന്റെ ചായക്കടയിൽ വന്നിരുന്ന് പറഞ്ഞെന്താണെന്നറിയാമോ? വക്കീല് കലക്കി, പക്ഷെ അതൊക്കെ നമ്മുടെ മോനയുടെ തന്നെ മിടുക്ക എന്ന്. മോനടലും എടുക്കോ? അതെങ്ങനെ? അതായത് ആ എനിക്ക് ഒരുപാട് അറിവും വിവരമുള്ള കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. അപ്പൊ എന്റെ ഭാര്യയായി നീ ഒരു കേസ് വാദിച്ച് ജയിക്കുന്നത് എന്റെ സഹായം കൊണ്ടാണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇവിടെ കരുതൂല മോഹനേട്ടാ. ആര് പറഞ്ഞു? മാധവൻകുട്ടി തന്നെ പറയുന്നത് എല്ലാം എന്റെ കഴിവെന്നാണ്. പിന്നെ ശിശുപാലൻ പറഞ്ഞു, സഹദേവൻ പറഞ്ഞു. ചുരുക്കത്തിൽ ഭാമെ എല്ലാവരും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നത്. നിന്നോടാരും മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രം. ഭാമെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഏതെങ്കിലും ഒരു കക്ഷി കേസുമായിട്ട് വരുമ്പോ നീ അയാളോട് ഇങ്ങോട്ടൊക്കെ എന്റെ ഭാര്യ എന്ന് പറയണ്ട. അപ്പോ കേസ് ജയിച്ചതിന്റെ മിടുക്ക് നിന്റെ മാത്രം വന്നവരും കരുതിക്കോളും. ഹേ, എന്തൊക്കെയാ മോഹനേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇതൊന്നും ഇത്രയും കാലം കേൾക്കാത്തൊരു ന്യായമാണല്ലോ. ഇപ്പോഴാണല്ലോ ശ്രീകുമാർ കയറി വരുന്നത്. ഇപ്പോ ശ്രീകുമാർ കയറി വരുമല്ലോ അവിടുന്ന്. അയാളോട് നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് പറയണ്ട. കേസ് എന്തായാലും നീ ജയിക്കും. അതിന്റെ പേര് മുഴുവൻ നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഈ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരൊന്നും എനിക്ക് തന്നെ വേണ്ടേ. പറഞ്ഞല്ലേ ഓർമ്മണ്ടല്ലോ, ഈ ശ്രീകുമാറിനോട് നീ എന്റെ ഭാര്യയാണെന്നത് പറയരുത്. അത് ഞാൻ പറയും. പോയി ഫോൺ എടുക്കണ്ട മോഹനേട്ടാ. പറയാനാ നിനക്ക് കൊള്ളാം. ഹലോ. ആ സാറേ, ഞാനാണ് ഉത്തമേ. എന്താ ഉത്തമ? ഞാൻ അയാളെ കണ്ടു സാറേ. ആ പക്ഷെ ഒരു നമ്പർ ഏറ്റില്ല. അയാൾക്ക് വക്കീലിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഞാൻ സാർ അന്ന് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. വക്കീലിന് കേസ് വാദിക്കാൻ അറിഞ്ഞൂടാ, വക്കീൽ വാദിച്ച കേസ് എല്ലാം തോറ്റു എന്നൊക്കെ. പക്ഷെ അപ്പ അയാൾ പറയാണ് വക്കീല് നല്ല വക്കീലാണെന്ന് സദാനന്ദം വക്കീല് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്ക് വിശ്വാസമാണ് എന്ന്. ഉത്തമല്ലേ പറഞ്ഞത്? എല്ലാം ശരിയായിക്കോളൂ. തന്നെ വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ എല്ലാം ശരിയാക്കാന്നൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. ഒന്ന് ശ്രമിച്ചു നോക്കാന്നല്ലേ പറഞ്ഞത്. ശ്രമിച്ചു നോക്കുകയും ചെയ്ത്. കാര്യം നടക്കാത്തതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? പിന്നെ സാറ് 10 മിനിറ്റിനുള്ളിൽ അയാൾ അവിടെ എത്തുവേ. എന്താണ് വേണ്ടെന്ന് വെച്ചാ സാറ് ചെയ്തോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഹലോ. ഇവിടെ ഞാൻ വെച്ചിരുന്നു. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനിയിപ്പോ അവന്റെ കണ്ണിൽപ്പെട്ട ഞാൻ നാണം കെട്ടത് തന്നെ. പുറത്തു പിടിച്ചാടി ഓടിയല്ലോ. അതുകൊണ്ട് കാര്യം ഓടിയാലും പാമത്തിയാരല്ലോ. പിന്നെ അവൾ എന്തൊക്കെയാവും പറയാ? മോഹനേട്ടൻ എന്ത് വൃത്തിയുടെ മോഹനേട്ടൻ കാണിച്ചത്? എനിക്കൊരു കേസ് തരാൻ ഒരാൾ തീരുമാനിച്ചു കഴിയുമ്പോ അത് മുടക്കുന്ന എവിടുത്തെ മര്യാദയാ? ഞാൻ ഒരു തമാശക്ക് പറഞ്ഞ. തമാശയോ? എനിക്ക് കേസ് വാദിക്കാൻ അറിയില്ല എന്ന് പറയുന്നാണോ മോഹനേട്ട തമാശ? ഞാൻ കോപ്പി അടിച്ചാണ് LLB പാസ്സായത് എന്ന് പറയുന്നാണോ തമാശ? ഇതുവരെ ഞാൻ വാദിച്ച കേസെല്ലാം തോറ്റുപോയി എന്ന് പറയുന്നാണോ തമാശ? സ്വന്തം ഭാര്യയെ പറ്റി അലിയരോട് ഇങ്ങനെയൊക്കെ പറയുന്ന വേറെ ഒരു മനുഷ്യന്മാരും ലോകത്തുണ്ടാവില്ല. മോഹനേട്ടൻ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാ മോഹനേട്ടൻ ഇവിടെ ജീവിക്കുക? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്നും ഇനി മോഹനേട്ടൻ പറയണ്ട.
ഇന്നു മുതൽ ഞാനും മോഹനോട് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ശ്രീകുമാർ വന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം ഞാൻ അറിഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വരാത്ത എത്രയോ പേരുണ്ടാവും. മോഹനയുടെ നാട്ടുകാരുടെ മുഴുവൻ ഇങ്ങനെയുള്ള വൃത്തിയോടെ പറയുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇന്നു മുതൽ മോഹനേട്ടൻ ഒരു കാര്യം ഞാൻ ചെയ്തു തരില്ല. തുണി അലക്കില്ല, തേക്കില്ല. കുടിക്കാൻ പച്ചവെള്ളം പോലെ ഞാൻ തരുന്നത് മോഹനോട് കരുതണ്ട. അത്രയും കളിച്ച കൊള്ളൂല്ലോ. ആ വഴി ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇനി എന്താണ് പുതിയ കാര്യം? അപ്പൊ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. തുടങ്ങിയ വീണ്ടും അതെ, ഞാൻ പറഞ്ഞോട്ടെ. ഓ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. അതും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ. ഈ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരിന് ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. മോഹനോട് ഇപ്പൊ എന്താ ചെയ്തേ? ഞാൻ ചെയ്തില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. അത്ര കാര്യമില്ലല്ലോ. നീ അത് ചെയ്താലും പ്രശ്നമാണ്. ഞാനെന്താ ചെയ്തേ? അല്ല, റവന്യൂ വകുപ്പിന്റെ ഒരു നടപടിക്കെതിരെ നീ കോടതിയിൽ പോയാ അത് റവന്യൂ വകുപ്പിലെ എന്റെ സത്ത എന്നെ ബാധിക്കും. ഞാൻ റവന്യൂ വകുപ്പിന്റെ ഏത് നടപടിക്കെതിരെ കോടതി പോയത്? പോയില്ല, പക്ഷെ പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോകുന്ന ശ്രീകുമാർ റവന്യൂ വകുപ്പിന് ഒരു കേസ് കൊടുക്കാനായിട്ട് നേരത്തെ നിന്നെ കാണാൻ തീരുമാനിച്ചതാ. വിവരം പറഞ്ഞ വേണ്ട, ഞാൻ അയാളോട് വേറെ വക്കീലിനെ കേസ് ഏൽപ്പിക്കാൻ പറഞ്ഞു. അയാള് സമ്മതിക്കാന്നപ്പോ നീ വാദിച്ച കേസ് തോറ്റു എന്നൊക്കെ ഞാൻ പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് സമ്മതിക്കാന്നപ്പോ നിനക്ക് കേസ് വാദിക്കാൻ അറിഞ്ഞൂടാ, നീ തോറ്റാണെന്നൊക്കെ ഞാൻ പറയേണ്ടി വന്നു. നിന്നോടുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ചെയ്തൊന്നുമല്ല. നീ കേസ് വാദിച്ചിട്ടുണ്ടാവുന്ന പുലിവാനെ കുറിച്ച് ഓർത്ത് പറഞ്ഞ അയാൾ ആ വഴി പൊക്കോളെന്ന് ഞാൻ കരുതിയത്. പക്ഷെ അയാൾ കറങ്ങി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുത്തു. നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അയാള് ഇവിടെ എന്നെ കണ്ട കാര്യമൊക്കെ മനസ്സിലായി പോകും. അതുകൊണ്ടാ എന്റെ ഭാര്യയാണെന്ന് അയാളോട് പറയണമെന്ന് പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം, വേറെ വഴിയൊന്നും കാണാത്തോണ്ട് ചെയ്തതാ. കൊള്ളാലോ, എന്തൊക്കെ വൃത്തിയാണ് അയാളോട് പറഞ്ഞത്? എന്നെ അയാൾ കണ്ട ഈ ജന്മത്തിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. സ്വന്തം ഭാര്യയെ പാര വെച്ചാണെന്ന് അയാൾ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞു നടക്കും. നീ എങ്ങനെയെങ്കിലും അയാളൊന്ന് ഒഴിവാക്കി വിട്. നീ വേണം വില്ലേജ് വാക്കുലും പറയല്ലേ. ഇതിന്റെ ബാക്കി ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പറയാം. ഈശ്വര, അവള് പ്രതികാരം ചെയ്ത എന്റെ മാനം പോയത് തന്നെ. ഈ ശ്രീകുമാർ പറഞ്ഞ വേറെ വക്കീലും കിട്ടിയില്ലേ, മോഹം കോരി. സാധാരണ സാർ ഒരു കേസിന്റെ കാര്യം പറയുമ്പോ ഞാൻ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? സാറിന്റെ കൂടെ ഒരുപാട് കാലം ജൂനിയറായിരുന്നു ഞാൻ. എന്തായാലും ശ്രീകുമാർ പേടിക്കണ്ട, ഈ കേസിന്റെ കാര്യം ഞാൻ ഏറ്റു. വലിയ ഉപകാരം വക്കീല്. ഒരു നല്ല വക്കീലിനെ കിട്ടിയില്ലെങ്കിൽ കേസിന്റെ ഗതി എന്താവൂന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇതാ ഫയല്. ഞാനും സുകേശനും തമ്മിലുള്ള അതിർത്തി തർക്കം തുടങ്ങിയിട്ട് വർഷം ഒരുപാടായി. എങ്ങനെയെങ്കിലും സംസാരിച്ച് തീർക്കാമെന്ന് കരുതി ഇതുവരെ കഴിഞ്ഞു. പക്ഷെ അവൻ എന്റെ സ്ഥലത്തേക്ക് കയറ്റി വെച്ച് മതില് കെട്ടിയ സ്ഥിതിക്ക് ഇനി വേറെ വഴിയില്ല. ശ്രീകുമാർ പേടിക്കണ്ട, സുന്ദരേശൻ പണിത മതില് പൊളിക്കാനുള്ള വഴി ഒരാഴ്ചക്കോ ഞാൻ കണ്ടുപിടിച്ചേരാം. അതുപോലെ ശ്രീകുമാർ വക്കീലേ, പിന്നൊരു കാര്യം. വക്കീലിനോട് ഞാൻ പറയണോന്ന് ആദ്യം ആലോചിച്ചു. വക്കീല് ഇങ്ങനെ ഒരു പരിഗണന എന്നോട് കാണിച്ച സ്ഥിതിക്ക് ഞാനത് പറഞ്ഞാലേ ശരിയാവും. എന്ത്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു.
എനിക്ക് മുൻപരിചയമില്ലാത്ത ഒരാളാ. ആഹാ. വക്കീലിനെ പറ്റി ഇനി പറയാൻ ചീത്തയൊന്നുമില്ല. സമ്മതിക്കും. വക്കീലിന് കേസ് വാദിക്കാൻ അറിയില്ല. വക്കീല് കോപ്പി അടിച്ചാണ് വക്കീൽ പരീക്ഷ പാസ്സായത്. ഇതുവരെ വാദിച്ച സകല കേസുകളും തോറ്റെന്നൊക്കെയാ അയാള് പറഞ്ഞത്. ഒരു കറുത്ത സ്കൂട്ടർ വന്ന ആളാ. പാന്റും ടീഷർട്ടുവാ വേഷം. അത് തലയിലൊരു തൊപ്പിയില്ലായിരുന്നു. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അല്ല, വക്കീലിനെ അറിയാന്നുള്ള ആളാണ്. പിന്നെ എനിക്കറിയാവോന്നോ? എനിക്കറിയാതെ വരുമോ? മോനേട്ടാ, എന്താ? ഞാൻ വേറെ ഓടിക്ക. ഇത് ശ്രീകുമാർ, ടൗണിൽ കച്ചവടക്കാരനാ. സദാനന്ദ സാറ് പറഞ്ഞു വിട്ടത് ഇദ്ദേഹത്തെയാ. നമസ്കാരം. എന്റെ ഭർത്താവാണ്, ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ. നമസ്കാരം സാർ. നമസ്കാരം. മോഹനേട്ടൻ ഈ ശ്രീകുമാറിനെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇല്ല. അല്ല, ടൗണിൽ എവിടെയെങ്കിലും കച്ചവടക്കാരനായിട്ട് വേറൊരു ശ്രീകുമാറിനെ അറിയാമോ? പിന്നെ എന്റെ തൊട്ടടുത്ത് പച്ചക്കറി കട നടത്തുന്ന വേറെ ശ്രീമാറാ. അവന്റെ കടയുടെ മുകൾ ഭാഗം റോഡിലേക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് അത് പൊളിക്കാൻ പോകുന്നു. അതിനെതിരെ കേസ് കൊടുക്കാൻ അവനൊരു വക്കീലിനെ അന്വേഷിക്കുക. ഞാൻ വക്കീലിന്റെ പേര് പറയട്ടെ? വേണ്ട. അത് ഇപ്പൊ തന്നെ പാമ്പക്ക് ഈ ശ്രീമാന്റെ കേസുണ്ട്. ഇനിയിപ്പോ ആ ശ്രീമാന്റെ കേസ് വാദിക്കുമ്പോ പിന്നെ ഈ ശ്രീമാന്റെ കേസ് വാദിക്കാൻ സമയം കിട്ടാതെ അല്ലേ? അതെ അതെ, ആ കേസ് എന്തായാലും വേണ്ട. വേണ്ട വേണ്ട വേണ്ട. ഞാൻ വരട്ടെ വക്കീലെ? ശരി. ദൈവം. പോയോ? ഞാൻ അപ്പൊ അന്ന് ആ ശ്രീകുമാറിനോട് പറഞ്ഞതെല്ലാം ഉത്തമനെ വിട്ട് ഈ ശ്രീകുമാറിന്റെ അടുത്തും പറയിച്ചു. പക്ഷെ ഇങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഉത്തമന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞ. ഓ ശരി 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 ശരി. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായി മോനേട്ടാ, ദേവ് എന്റെ കൂടെ തന്നെയാ. അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് ശ്രീകുമാർ എന്നുള്ള പേര് വരില്ലല്ലോ. വലിയ കഷ്ടമായി പോയി. ഈ ശ്രീകുമാർ വന്നില്ലായിരുന്നെങ്കിൽ ആ ശ്രീകുമാറിനോട് മോഹനേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ലായിരുന്നല്ലോ. പേരും കള്ളൻ. തെറ്റ് സമ്മതിച്ചല്ലോ. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയുന്നത്? നുണ പറയുന്നത് നല്ലതല്ല എന്ന് വില്ലേജ് ഓഫീസർക്ക് നന്നായി അറിയാം. ഒരു താൽക്കാലിക ലാഭത്തിനായി കള്ളം പറഞ്ഞു പോയതിന്റെ ശിക്ഷയാണ് പാവം ഇപ്പോൾ അനുഭവിച്ചു തീർക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം കുസൃതികൾ കക്ഷി ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.